അള്ളാഹു നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരും. ഈ ഒരു ഐഡിയ പ്രയോഗിച്ചാൽ മതി. നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പടച്ചവനെ പുറത്തു തരണേ, അള്ളാഹു മഗ്ഫിർലി ദുനൂബി, പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണ് രണ്ടാമത്തെ പത്തിൽ മഗ്ഫിറത്തിന്റെ 10. പക്ഷേ അള്ളാഹു നമുക്ക് പൂർണ്ണമായി പൊരുത്തപ്പെട്ട് തരണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടിമകളായ, അള്ളാഹു ശ്വാസം കൊടുത്ത്, അള്ളാഹു കഴിവുകളൊക്കെ കൊടുത്ത്, ആരോഗ്യം കൊടുത്ത് തീറ്റി പോറ്റിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അടിമകൾ പല ഘട്ടങ്ങളിലായി നമ്മളെ തെറി വിളിച്ചത്, വഞ്ചിച്ചത്, കളിയാക്കിയത്, സാമ്പത്തികമായ നഷ്ടം ഉണ്ടാക്കി വെച്ചത്, വഷളാക്കിയത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് നാം പൊരുത്തപ്പെട്ട് കൊടുക്കാതെ അള്ളാഹു എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അള്ളാഹുവിന് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട ഒരു പണി, പടച്ചവനെ എന്നോട് ഇന്ന് വരെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് പൂർണ്ണമായും നിന്റെ പൊരുത്തം, നിന്റെ അടിമകളാണല്ലോ, അവരോട് നിനക്ക് സ്നേഹം ഉണ്ടാകുമല്ലോ. ഏത് ജാതി മതക്കാരാണെങ്കിലും അവരൊക്കെ നീ പോറ്റുന്നതിന്റെ അടിമകളാണല്ലോ. അതുകൊണ്ട് അവർക്ക് 100% ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നു. എന്നിട്ട് വേണം പടച്ചവനെ, സാധുവായ ഞാനും ചിലതൊക്കെ അറിയാതെ ചെയ്തു പോയിട്ടുണ്ട്, എനിക്കും പൊരുത്തപ്പെട്ട് തരണേ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് എത്തുക. അങ്ങനെ വരുമ്പോൾ കണ്ടില്ലേ, എന്റെ പ്രിയപ്പെട്ട അടിമകൾ അയാളോട് ചെയ്തതൊക്കെ അയാൾ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട്, ഇയാളുടേത് ഞാനും പൊരുത്തപ്പെട്ട് കൊടുക്കും എന്നൊരു തീരുമാനം റബ്ബിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.